മച്ചമരത്തിന്റെ ഇന്റീരിയർ ലൈറ്റിന്റെ ഒരു സെറ്റപ്പ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കേട്ടോ, കൺകുളിരെ കണ്ടിരുന്നോളി. മച്ചമരത്തിന്റെ സീറ്റ് കണ്ടോ, നമ്മുടെ ഈ സാധനം നെക്കിയാല് ഇതിന്റെ ചാവിന്റെ സിസ്റ്റം കണ്ടില്ല മച്ചമര, ഈ സാധനം കണ്ടില്ലേ, ഈ മച്ചമാരി റൗണ്ട് കണ്ടോ, ഇതിന്റെ ഒരു ചെറിയൊരു സംഭവം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമ്മൾ വന്നിരിക്കുന്നത് ഒരു ജാഗോർ, അതായത് കണ്ടില്ല ജാഗോർ എഫ് പേസ് കേട്ടോ, 2018 മോഡൽ ജാഗോർ എഫ് പേസിന്റെ റിവ്യൂ ആയിട്ട് വന്നത്. അതുപോലെ തന്നെ എഞ്ചിൻ സൗണ്ട്, ഹോൺ സൗണ്ട്, അതുപോലെ തന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഇന്റീരിയർ എക്സ്റ്റീരിയർ, ഒരു വണ്ടിക്ക് എന്തെല്ലാം ഉണ്ട് നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു വണ്ടിക്ക് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ കംപ്ലീറ്റ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നേരൊക്കെ നമ്മൾ ജാഗോർ എഫ് പേസ് മോഡലാണ് 2018, വേറൊന്നും മറക്കണ്ട. ടൗൺ ഏരിയ കേട്ടോ വെച്ചാൽ അതാണ് ഇത്ര വണ്ടി തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത്. വോയിസ് ഏരിയ ബ്രേക്ക് ഡൗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ കൂടുതൽ പേർക്കുള്ള നേരം വീഡിയോയിലേക്ക് പോകാം. സ്റ്റൈൽ അതുപോലെ ഹെഡ്ലൈറ്റ് പിന്നെ തുടങ്ങാം. ഇത് കണ്ടിട്ട് ആരും ഹലോജൻ ആണെന്ന് കരുതണ്ട, ഇത് ഫുള്ള് LED ലൈറ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ തന്നെ കണ്ടില്ല ജാഗോറിന്റെ ബാഡ്ജിങ്ങും ജാഗോർ LED ടെക്നോളജി, ഇത് മൊത്തം LED ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററും DRL ഇതാകും. ഇവിടെ സ്ട്രിപ്പും കാര്യങ്ങളും കണ്ടില്ലേ ഈ ഭാഗത്തൊക്കെ വരുന്നത്, ഇത് ഈ എൻഡ് വരെ ഉണ്ട്. അതുപോലെ നേരെ ഇവിടെ പോകണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലോസ്ഡ് ആണ്, ഒരു ഹണി കോം ഗ്രില്ല് മോഡൽ ഇവിടെ. അതുപോലെ തന്നെ സെൻസറും കാര്യങ്ങളും ഉണ്ടെന്ന്. പിന്നെ അതുപോലെ ഇത് വാഷിംഗ് യൂണിറ്റ് ആണ്, അതായത് ഹെഡ് ലാമ്പ് വാഷിംഗ് യൂണിറ്റ് ആണ് സാധാരണ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ജാഗോറിന്റെ സെൻസറും കാര്യങ്ങളും നേരെ ഇവിടെ. ജസ്റ്റ് ഇവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ലത് ഹണി കോം ഗ്രില്ല് കണ്ടില്ലേ, ഒരു തേനീച്ച കൂടുന്ന ഉദ്ദേശിച്ചതാണ്. കണ്ടില്ല ഹണി കോം ഗ്രില്ല് കണ്ടില്ല, ഇതാണ് നമ്മൾ ജാഗോറിന്റെ എംബ്ലം. ജാഗോർ ജാഗോറിന് കണ്ടില്ലേ ഇവിടെ എഴുതി വെച്ചിങ്ങനെ കണ്ടില്ലേ. പിന്നെ ആ ഒരു പവർ ഇത് കംപ്ലീറ്റ് ക്രോം ആട്ടോ, ഇത് ക്രോം കാര്യങ്ങൾ. ഇത് അവിടെ തന്നെ ക്രോം ജാഗോർ ആ ക്ലോസ് പോയി കൊടുത്താൽ ആ ഒരു ലെവലുണ്ടല്ലോ മച്ചന്മാരെ, എന്താ അതിൻ്റെ ഒരു പവർ, ഒരു ഗാംഭീര്യം എന്നൊക്കെ പറയില്ലേ, ഇതാണ് സംഭവം. നേരെ ജസ്റ്റ് അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടില്ല, ഇവിടെ ജസ്റ്റ് സെൻസറും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് ക്രൂസ് കൺട്രോളിൻ്റെ സെൻസർ ആവാൻ സാധ്യത. ഇത് പാർക്കിംഗ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. നേരെ ഇവിടെ ഇപ്പുറത്തുണ്ട് അതുപോലെ ഹെഡ് ലാമ്പ് വാഷിംഗ് യൂണിറ്റ്, അതുപോലെ തന്നെ നേരെ LED ലൈറ്റും കാര്യങ്ങളും കംപ്ലീറ്റ്. നേരെ ജസ്റ്റ് നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് പോകട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡ് ലുക്ക് ആയിരുന്നു. ടയർ പ്രൊഫൈൽ വരുന്നത്, അതായത് ജാഗോറിൻ്റെ ലോഗോ ഇതാക്കണം ഇവിടെ. ടയർ പ്രൊഫൈൽ വരുന്നത് 255, 55, 19, അതായത് 19 ഇഞ്ചാട്ടത് വരുന്നത്. ഇതിൻ്റെ ഹൈറ്റ് കണ്ടില്ലേ മോനത് നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ നല്ല കേട്ടോ, ഒരു ലോറിൻ്റെ അത്ര സാധനം ഉണ്ടാവും വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡ് ലുക്ക്, ആൾ ഓവർ ലുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ല ചോരത്തിൻ്റെ ലെങ്ത്ത് കണ്ടില്ലേ, കണ്ടില്ല ചോര അടാറ് സാധനം. ഒരു എത്ര മീറ്റർ ഉണ്ടാവും ഏകദേശം ഇതിന്റെ. അപ്പൊ ഇതിന്റെ ലെങ്ത് വരുന്നത് 4731 മില്ലിമീറ്റർ ആണ് വരുന്നത്. അതുപോലെ വീൽ ബേസ് വരുന്നത് 2337 മില്ലിമീറ്റർ ആണ് വീൽ ബേസ് വരുന്നത്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് 171 മില്ലിമീറ്റർ ആട്ടോ. ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട്. ഇതിന് ഓഫ് റോഡ് എന്തായാലും ഇത് നടക്കില്ല. വണ്ടി 4 വീൽ ഡ്രൈവ് ആട്ടോ. ഇതിന് പറഞ്ഞാൽ 2000 cc 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് വണ്ടി. ഇത് സൈഡ് പ്രൊഫൈൽ കണ്ടില്ലേ. പിന്നെ മച്ചവൻ അതിന്റെ അതുപോലെ ഹെഡ്ലൈറ്റും കാര്യങ്ങളും, ഹെഡ്ലൈറ്റ് അല്ല, മിററിൽ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ORVM അത് ഇലക്ട്രിക് ആണ്. പിന്നെ അത് തന്നെ ഇവിടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് അൺലോക്ക് ചെയ്താൽ വെച്ചാൽ അൺലോക്കിന് സൗണ്ട് ഒന്നുമില്ല കണ്ടോ, സാധനം മിറർ എടുത്തേക്ക് വരും. പിന്നെ അതിൽ റിക്വസ്റ്റ് സെൻസർ ഉണ്ട്, അതായത് നമ്മൾ കീക്ക് പോക്കറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കൈ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതായത് ഈ ഹോൾ ഉണ്ടല്ലോ, ജസ്റ്റ് കൈ വെച്ച് കൊടുത്താൽ നമുക്ക് ഓട്ടോമാറ്റിക് തുറന്നു തരും. അതുപോലെ തന്നെ ഇത് 4 വീൽ, അതായത് എല്ലാ സൈഡിലും ഉണ്ട്, ആൾ പാസഞ്ചറും അതുപോലെ തന്നെ ഡ്രൈവർ സൈഡിൽ എല്ലാ സൈഡിലും ഉണ്ട് ഇത് വരുന്നത്. ഇനി നേരെ നമുക്ക് ബാക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ബാക്കിലും വരുന്നത് LED ലൈറ്റാണ് കേട്ടോ. ആരും ഹലോജൻ ആണെന്ന് കരുതേണ്ട, LED ആണ് വരുന്നത്. കണ്ടില്ലേ കംപ്ലീറ്റ് LED കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ അച്ഛന്മാരത് കണ്ടില്ലേ, ഇവിടെ ഒരു ജാഗോറിന്റെ ഒരു അടാറ് ലോഗോ, അതായത് ആ ജാഗോർ ചാറിന്റെ എംബ്ലല്ലേ, അതിവിടെ സിമ്പിൾ വരുന്നുണ്ട് കേട്ടോ, കാണുന്നുണ്ടെന്ന് അറിയില്ല. പിന്നെ നേരെ ഇതിൽ സൈഡിൽ പോകുന്നുണ്ട് എഫ് പേസിന്റെ ബാഡ്ജിങ് കണ്ടില്ലേ, എഫ് പേസ് ആണ് മോഡൽ. ജസ്റ്റ് അളവ് ലുക്ക് കാണിച്ചു തരാം. പിന്നെ ഇവിടെ 20D AWD, അതായത് ആൾ വീൽ ഡ്രൈവ് ആകാൻ സാധ്യത. പിന്നെ ഇവിടെ 20D ആയിരുന്നത് 2 ലിറ്റർ ആവാൻ. പിന്നെ അങ്ങനെ ജാഗോറിന്റെ എംബ്ലവും കാര്യങ്ങളും. നേരെ നമുക്ക് ജസ്റ്റ് ചെയ്യാം. ബൂട്ട് ഓപ്പൺ. ഇവിടെ ക്യാമറ വരുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ ഇവിടെയാണ് ക്യാമറ. ഹലോ ബൂട്ട് തുറന്നോ, ആളെ പഠിപ്പിച്ച. ഇത് ഇലക്ട്രിക് ആണില്ലേ, ആണ് ഇത്. ആദ്യമേ നോക്കിക്കാം അച്ഛന്മാരുടെ ക്യാമറ ഉണ്ടല്ലേ, ഞാൻ നോക്കുന്നുണ്ട്. തുറന്നോ, കൈയെടുക്ക.
ഇതിന് ഇന്ത്യയിൽ അതായത് ഇതിനുണ്ട് ബൂട്ട് സ്പേസ് ഉണ്ടോ വെച്ചാൽ ഒരാൾക്ക് കയറി കിടക്കലത്ര സൗകര്യം നെക്സ്റ്റ് കാണിച്ചിട്ടുണ്ടോ ബാക്ക് പോയി കണ്ടില്ലേ. ഇത് വെച്ചാൽ 613 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ഇവിടെ 12 വോൾട്ട് പവർ സോക്കറ്റ്, അതായത് അവിടെ തുറക്കാൻ കിട്ടുന്നില്ല അവിടെ ഉണ്ടിട്ട് ഏതായാലും അത് വെച്ചാൽ നമുക്കിപ്പോൾ പെട്ടെന്ന് എയർ അടിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് വണ്ടിൻ്റെ ടയറിൽ കാറ്റ് കഴിഞ്ഞിട്ട് ഇലക്ട്രിക് ആയിട്ട് നമുക്ക് ജസ്റ്റ് എയർ അടിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെയർ വീൽ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ക്ലിപ്പ് നോക്കുക, ഇത് കണ്ടില്ല. ഇത് വരുന്നത് ഇത് മാക്സിമം സൈസ് എത്രയാണ് മച്ചവരെ ഡാർക്കായിട്ട് അല്ലാതെ കാണുന്നില്ല. ഡാർക്കായിട്ടാണ് മച്ചവരെ ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് കാണില്ല. എന്നാലും ഇത് ഫുൾ സൈസ് അല്ല കേട്ടോ ടയർ, അതായത് ഫുൾ സൈസ് അല്ല ടയർ വരുന്നത്. ജസ്റ്റ് കറക്കാം, ജസ്റ്റ് ബുക്ക് അടക്കാം. അറിഞ്ഞിട്ടില്ല അതാക്കി. അപ്പൊ അച്ഛന്മാര് കീ കണ്ടില്ലേ, ഈ കീമത്തെ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ലോക്ക് അൺലോക്ക്. സാധാരണ നമ്മൾ കുറച്ച് ഓഡിയും ബാൻസും കാട്ടിയിരുന്നു, അതിന് ഈ സിസ്റ്റം കണ്ടിട്ടില്ല ആരും കാട്ടില്ല, അറിയുന്നില്ല. ഇതെന്നില്ല ഹെഡ് ലൈറ്റ്, അതായത് നമുക്ക് ഇവിടെ ലൈറ്റ് ഓൺ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡബിൾ ഇൻഡിക്കേറ്റർ, അതായത് നമ്മൾ പാർക്കിംഗ് ഇട്ടുണ്ടാവില്ല, അത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവിടെ ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് കാട്ടിത്തരാം കേട്ടോ. അച്ഛനൊന്ന് വന്നാൽ ഇത് കണ്ടില്ലേ, ഈ ഹെഡ് ലൈറ്റിന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ലൈറ്റ് വെക്കോളൂ കേട്ടോ. അല്ലാതെ നമ്മൾ ഓഫ് ആക്കും ചെയ്യാം. പിന്നെ ഇതിന് ഇൻഡിക്കേറ്റർ കാട്ടിത്തരാം. മച്ചപ്പനതെന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. കാരണം ഇതിനൊന്ന് പ്രസ് ചെയ്ത് തന്നെ ഓവറായിട്ട് കണ്ട് എന്തൊക്കെയാ നല്ലത്. മനസ്സിലായ ഫുള്ള് ഗ്ലാസ് ടൈപ്പ് ഏരിയയാണ്, അതായത് പുറത്തേക്കൊന്നും നല്ല കേൾക്കണ്ടാവില്ല, ചെവി അടഞ്ഞു എന്ന് തന്നെ പറയുന്നതാണ്. അത് എന്നെ സംബന്ധിച്ച് നമ്മളെ വണ്ടി അവിടെ ഉണ്ടോ നോക്കാനൊന്നും അറിയില്ല. കാരണം സാധാരണ ഇവിടെ ഈ സാധനം കണ്ടാൽ നമുക്ക് ഡബിൾ ഇൻഡിക്കേറ്റർ കണ്ടല്ലെന്ന് തോന്നുന്നു. ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഒക്കെ കത്തി, പക്ഷെ ആകെ ഹോൺ അടിക്കാൻ നിരപ്പായിക്കുന്നത് എന്താ എനിക്ക് സംഭവം മനസ്സിലായില്ല. അപ്പൊ ഏതായാലും ജസ്റ്റ് ഇതിന്റെ ഇന്റീരിയർ കാണിച്ചു തരാം. നേരെ വരും മച്ചപ്പത്തിന് ഡോർ പാഡ് കണ്ടില്ല, ഡോർ പാഡിന്റെ ജസ്റ്റ് ഇവിടെ കാട്ടി തരാം. കണ്ടില്ലേ, ഇവിടെയാണ് സാധാരണ നമുക്ക് ഈ ഏരിയയിലാണ് നമ്മൾ എന്ത് കാണല്, മിററോ അതായത് പവർ വിൻഡോ കൺട്രോൾ, അതായത് മിറർ താത്താനും പൊക്കാൻ നമ്മൾ ഈ ഏരിയയിലാണ് കാണല്. പക്ഷെ അല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതാക്കുന്നത് ഇവിടെ ആയിട്ട് തന്നിരിക്കുന്നത് കണ്ടില്ലേ. ഇവിടെ ജസ്റ്റ് താത്തിയാൽ മിറർ താവും, അതായത് ഈ വിൻഡോ ജസ്റ്റ് ഒന്ന് താകും. അതുപോലെ തന്നെ ഇന്ത്യയുടെ ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം. അതുപോലെ തന്നെ ഇവിടെ മെരീഡിയൻ, അതായത് ഇതിന്റെ ബ്രാൻഡ് കേട്ടോ, സ്പീക്കറിന്റെ ബ്രാൻഡ് മെരീഡിയൻ ആണ് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഇവിടെ നമുക്ക് ലോക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ വരുന്നത് ഇല്ലാത്തൊരു ടൈപ്പാണ്. ഇവിടെ വരുന്നത് സോഫ്റ്റ് പ്ലാസ്റ്റിക് ആട്ടോ, നല്ല സിമ്പിളായിട്ട് നല്ല ഫിനിഷിങ് കാര്യങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ബ്ലാക്ക് പാനൽ കണ്ടില്ലേ, നമ്മളൊരു അഡാറ് ബ്ലാക്ക് പാനലും കാര്യങ്ങൾ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ജസ്റ്റ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാട്ടിത്തരാം. കണ്ടില്ലേ, ടാബും കാര്യങ്ങളൊക്കെ ഓണാണ്. അതുപോലെ തന്നെ ഇവിടെ എ സി കൺട്രോളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇതിന്റെ സീറ്റ് വരുന്നത് ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. കണ്ടില്ലേ, പിന്നെ കണ്ടോ ഇതിന്റെ ഇത് വരുന്നത് ജസ്റ്റ് കാട്ടിത്തരാം. അതായത് ഇവിടെ പ്രസ് ചെയ്താൽ ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ ആയിക്കോളൂ കേട്ടോ. കണ്ടോ, അത് താന്ന് പോകണുണ്ടോ, അതേമാതിരി നേരെ അടിക്ക് ആക്കിയാൽ അടിക്ക് കാണില്ലേ, അങ്ങനെ അതേമാതിരി വരും. ഒക്കെ ഇലക്ട്രിക് ആണ്. പിന്നെ ജസ്റ്റ് ഇത് ഇങ്ങോട്ട് നിൽക്കിയാൽ കണ്ടോ ഫ്രണ്ടിക്ക് നീങ്ങുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് അറിയുന്നുണ്ടോ അറിയില്ല. പിന്നെ തൈ സപ്പോർട്ട് വരുന്നുണ്ടോ, തൈ സപ്പോർട്ട് അഡ്ജസ്റ്റബിൾ ആണ് എനിക്കറിയില്ല, അതിൽ കാണില്ല, അഡ്ജസ്റ്റബിൾ അല്ല. പിന്നെ ഇതിവിടെ 2 ഇലക്ട്രിക് ഉണ്ട്. അതുപോലെ പാസഞ്ചറും അതിന് ഡ്രൈവർ സൈഡ് ഇലക്ട്രിക് ആണ് വരുന്നത്. പിന്നെ ജസ്റ്റ് റിയറിൽ പോകുമ്പോൾ കാട്ടിത്തരാം. പിന്നെ വെച്ചാൽ നേരത്തെ കാണിക്കുന്നത് പാസഞ്ചർ സൈഡിന്റെ ഡോർ സൈഡാണ്. അതുപോലെ തന്നെ ഇനി വരുന്നത് ഡ്രൈവർ സൈഡാണ്. ഡ്രൈവർ സൈഡിൽ വരുന്നത് ഇത് മിറർ, അതായത് ഓവർ നമ്മൾ ഈ സാധാ മിററിലെ ഇത് കൺട്രോൾ ചെയ്യുന്നതാണ് ടി സ്വിച്ച് വരുന്നത്. പിന്നെ ഇത് വരുന്നത് നമ്മളെ ഫ്രണ്ട് 2 കൺട്രോൾ ചെയ്യാൻ, അതുപോലെ തന്നെ ബാക്ക് 2 മിറർ കൺട്രോൾ ചെയ്യാനും. ഇത് ജസ്റ്റ് സൈഡ് ലോക്കാണ്, അതായത് മിറർ ഇത് പിന്നെ നിൽക്കിയാൽ മിറർ താവൂല പൊന്തൂല. പിന്നെ ഇവിടെ വരുന്നത് പാസഞ്ചർ സീറ്റ് മെമ്മറി ഫംഗ്ഷൻ അല്ല, ഡ്രൈവർ സീറ്റ് മെമ്മറി ഫംഗ്ഷൻ ആണ് വരുന്നത്. പിന്നെ ഇത് അതായത് എം വെച്ച് മിറർ ഫംഗ്ഷൻ, അതായത് നമുക്ക് 1, 2 സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടില്ല, 1, 3, 2. അതായത് നമുക്ക് പിന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്കിത് നോക്കി കഴിഞ്ഞിട്ട് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ആ ലെവലിലേക്ക് സാധനം വരും. അതായത് സീറ്റ് വരും. ഇപ്പം നമ്മളിപ്പോൾ നമ്മളിത് കുറച്ച് മുന്നേക്ക് ഇട്ട് സ്റ്റെയറിംഗ് കുറച്ചൊക്കെ താത്തി കണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇത് വെച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്വിച്ച് നോക്കിയാൽ അത് ഓട്ടോമാറ്റിക് നമ്മൾ ആ പൊസിഷനിലേക്ക് തന്നെ വരും. പിന്നെ ഇവിടെ ലോക്ക് അൺലോക്കും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അതുപോലെ തന്നെ ഇവിടെ വുഡ് നല്ലൊരു പാനലും കാര്യങ്ങളൊക്കെ കൊടുത്തിന്. അതുപോലെ തന്നെ ഇവിടെ ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരെ നമ്മൾ ഡ്രൈവർ സൈഡ് വരുന്നത് എന്താണ് ഇലക്ട്രിക് ആണ് വരുന്നത് കേട്ടോ. പിന്നെ ഷെയറിങ് ഇതെന്താ ലോക്ക്, ഇവിടെ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഷെയറിംഗ് ലോക്ക് ആക്കാൻ കാരണം. പിന്നെ നേരെ നമുക്ക് ഇന്ത്യയിലേക്ക് കിടക്കാൻ വെച്ചാൽ പറയാം. അപ്പൊ അച്ഛന്മാർ നമ്മൾ ഇരിക്കുന്നത് ജാഗ്വർ F-Pace 2018 ഉള്ളിലാണ്, ഡീസൽ വേരിയന്റിലാണ് വരുന്നത്. ഇവിടെ ഈ ഇന്ത്യയുടെ കാര്യങ്ങൾ കണ്ടേ ജസ്റ്റ് ഇത് പോപ്പപ്പ് ഡിസ്പ്ലേ ആണ് കേട്ടോ. പോപ്പപ്പ് ഡിസ്പ്ലേ ആണ് കാര്യങ്ങൾ വരുന്നത്. അതായത്
വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്താ വെച്ചാൽ നമ്മളെ ഈ ഗിയർ നോബ് കണ്ടില്ലേ, ഇവിടെ ഇത് ഓപ്പൺ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ആവും കേട്ടോ. അതിനാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞ ഒരു സംഭവം വെച്ചാൽ ഇവിടെയാണ് സ്വിച്ച് വരുന്നത്. ഇഗ്നിഷൻ സ്വിച്ച് ഒന്ന് കാട്ടി കൊടുക്കണം. ഇഗ്നിഷൻ സ്വിച്ച് ഓൺ പറയുന്നത് ഇതാക്കണം. ഇവിടെയാണ് സ്റ്റാർട്ട് എഞ്ചിൻ സ്റ്റോപ്പ് കണ്ടില്ലേ, ഇതാണ് ഇഗ്നിഷൻ സ്വിച്ച് ഇട്ട് വരുന്നത്. സാധാരണ നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഈ സൈഡിൽ അല്ലെങ്കിൽ BMW ഒക്കെ വരുന്നത് ഇവിടെ കേട്ടോ, ഈ ഭാഗത്താണ് BMW കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവരുടെ ജാഗറിന്റെ വരുന്നത് ഇവിടെയാണ് കേട്ടോ. പിന്നെ ഇവിടെ പാർക്കിംഗ്, റിവേഴ്സിംഗ്, ന്യൂട്രൽ, ഡ്രൈവ്, സ്പോട്ട്. ഇത് ജസ്റ്റ് ഒരു ഹോൾഡർ ആട്ടോ. ഇത് ജസ്റ്റ് ആഫ്റ്റർ മാർക്കറ്റ് തോന്നുന്നുണ്ടോ, സ്വിറ്റാണ് തോന്നുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിന്റെ ക്ലീൻ കാര്യം, അതായത് ഡാഷ്ബോർഡ് സോഫ്റ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നത്. കണ്ടില്ല, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, സോഫ്റ്റ് പ്ലാസ്റ്റിക് ആയിട്ട് വരുന്നത്. പിന്നെ നേരെ ഇതിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കണ്ടില്ലേ, ഒരു അത്യാവശ്യം ബിഗ് സ്ക്രീൻ തന്നെയാണെന്ന് പറയാം. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബിഗ് സ്ക്രീൻ കണ്ടില്ലേ, ഇവിടെ AC വിൻഡ് കാര്യങ്ങളായി എല്ലാത്തിനും ഇതിന് വെച്ചാൽ എല്ലാത്തിനും ജാഗോറിന്റെ ബാഡ്ജിങ് കൊടുത്തു കണ്ടില്ലേ. AC വിൻഡിന് വരെ നമുക്ക് ജാഗോറിന്റെ ബാഡ്ജിങ് കാണാം. അതുപോലെ തന്നെ നമ്മൾ ഇതിമ കണ്ടില്ലേ, എന്താ പറയാ, നമ്മളെ ഡാഷ്ബോർഡ് കണ്ടില്ലേ, അതിനെ ഇതിമ കണ്ടില്ലേ, ഇവിടെ ജാഗോറിന്റെ ബാഡ്ജിങ് കണ്ടില്ലേ, ഇവിടെ ജാഗോറിന്റെ ബാഡ്ജിങ് ഉണ്ട്. അതുപോലെ ഇവിടെ ജാഗോർ ആകെ ജാഗോറാണ് അച്ഛന്മാർ വരുന്നത്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഒരു ജാഗറിന്റെ ലോഗോ, കംപ്ലീറ്റ് ജാഗോറിന്റെ ബാഡ്ജിങ് കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. പിന്നെ നേരെ ഇതാക്കണേ, ജസ്റ്റ് നമുക്ക് ഇത് കാണിച്ചു തരാം. ഇവിടെ ഒരു ഇതിങ്ങനെ സ്വൈപ്പ് ചെയ്താൽ ഇവിടെ കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ജാഗോറിന്റെ തന്നെ ഒരു ബോക്സും കാര്യങ്ങളായിട്ട് വരുന്നത്. ഇത് വേസ്റ്റ് ഇടാൻ അതൊന്നും ഇലക്ട്രിക് ബോക്സ് എന്താ അറിയില്ല. ചെറിയൊരു സിഗരറ്റ് സാധാരണ കണ്ടില്ലേ, ജാഗോറിന്റെ തന്നെയാണ് കേട്ടോ ഇത് വരുന്നത്. നടന്നോട്ടെ, നല്ല ഗ്രിപ്പ് കാര്യങ്ങൾ കണ്ടില്ലേ. ഇവിടെ ഈ ഒരു റബ്ബറിന്റെ സാധനം കണ്ടില്ലേ, ജസ്റ്റ് നമ്മളൊരു ഹോൾഡർ കാര്യങ്ങൾ തരാനാണ്. അപ്പോൾ ആക്ച്വലി ഇതിന്റെ സ്റ്റിയറിംഗ് ലുക്ക് കണ്ടില്ലേ, ജസ്റ്റ് കാട്ടിത്തരത് കണ്ടില്ലേ, കംപ്ലീറ്റ് ലുക്ക്. ഇതിന്മേൽ ഇൻഫോർടൈൻമെന്റ് കൺട്രോളാണ് ഈ ഭാഗം വരുന്നത്. അതുപോലെ വോയിസ് കമാൻഡ് ഉണ്ട്, അതുപോലെ മോഡ് മാറ്റാണ്ട്, മെനു, പ്രസ്, ബാക്ക് ഒക്കെ ഉണ്ട്. പിന്നെ കോൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. ഇവിടെ വരുന്നത് അതായത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ സാധനം വരുന്നത് ഡിജിറ്റൽ ആവാൻ സാധ്യത, ഞാൻ സ്റ്റോൺ ചെയ്യുമ്പോൾ കാട്ടിത്തരാം. അതുപോലെ തന്നെ ഇവിടെ പാഡൽ ഷിഫ്റ്റും കാര്യങ്ങളും, ഇവിടെ മൈനസ്, അതുപോലെ പ്ലസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നേരെ ഇവിടെ വരുന്നത് എന്നുവെച്ചാൽ ഇവിടെയാണ് ഇൻഡിക്കേറ്ററും ഹെഡ്ലൈറ്റും കാര്യങ്ങളും വരുന്നത്. നേരെ ഓപ്പോസിറ്റ് എന്താ വൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് ഇത് ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് ആട്ടോ. സാധാരണ നമ്മൾ നേരത്തെ മിനിൻ്റെ കണ്ടത് നമ്മങ്ങനെ സാധാ ഹാൻഡ് ബ്രേക്കാണ് വരുന്നത്. ഇത് ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്കാണ്, ബ്രേക്ക് ഓട്ടോയിൽ ആവുള്ളൂ. പിന്നെ ഇവിടെ വരുന്നത് ക്ലൈമറ്റ് കൺട്രോൾ, അതായത് ഓട്ടോ വരുന്നുണ്ട്. അതുപോലെ മിറർ ഗ്ലാസ് വിൻഡോമൊക്കെ ആക്കല്ല, അതുപോലെ അപ്പ് ഡൗണും കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് AC നമുക്ക് ഓടെ അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് അത് കാട്ടിത്തരാം. അതിന് ഗീറിനൊപ്പം ശ്രദ്ധിച്ചോളൂ കേട്ടോ. പൊങ്ങി ഭാഗമാണ് തോമസ് കുട്ടി. ഇവിടെ ജാഗോറിന്റെ സാധനം വന്നത് കണ്ടില്ലേ, അയ്യപ്പോൾ കാട്ടിത്തരാം കേട്ടോ. കണ്ടില്ലേ, ഡിജിറ്റലാണ് വരുന്നത്. സ്റ്റെബിലിറ്റി കൺട്രോൾ നോട്ട് അവൈൽ, ഡ്രൈവർ വിത്ത് കെയർ, പ്രസ് ബ്രേക്ക് വെൻ സ്റ്റാർട്ടിങ്, അതൊക്കെ അവിടെ വാർണിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു കേട്ടോ. കണ്ടില്ലേ, ഡോർ ഓപ്പൺ ആണെന്ന് പറഞ്ഞത്. എമർജൻസി ബ്രേക്ക് അസിസ്റ്റ് നോട്ട് അവൈലബിൾ ആണ്, ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇവിടെ നിർത്തിയിരുന്ന വണ്ടിയില്ല, ABS കാര്യങ്ങളെല്ലാം കാട്ടി തരുന്നുണ്ട്. കണ്ടില്ലേ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ വരുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് ഓഫാക്കി പിന്നെ വെച്ചവനോട് മൈക്കും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ല, സൺറൂഫിന്റെ ബട്ടൺ ആട്ടോ വരുന്നത്. അല്ലേ, സൺറൂഫ് നീക്കാൻ തന്നെയാണ് തോന്നുന്നത്. ഇവിടെ എന്താ വരുന്നത്, ഹോൾഡർ ആട്ടോ, അതായത് നമ്മൾ സൺഗ്ലാസ് ഹോൾഡറാണ് വരുന്നത്. പ്രസ് ചെയ്യാം. സൺറൂഫ് കണ്ടില്ലേ, നല്ല വൈബ് സൺറൂഫ് ഉണ്ട്. പെനറോമിക്ക വരുന്നത്, കംപ്ലീറ്റ് സൺറൂഫ്. ഇവിടെ ഒരു ബാക്കൊക്കെ കാണിച്ചു തരാം. അവിടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിന്റെ ലൈറ്റ് വരുന്നത് LED ആണ്. ഇത് സെൻസറും കാര്യങ്ങളും ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ കണ്ടില്ലേ, കത്തി വരുന്നതാണ്. അതാണ് കണ്ടില്ലേ, LED ആയിട്ട് വരുന്നത്. വൈറ്റ് ലൈറ്റ് ആണ് വരുന്നത്, LED കാര്യങ്ങളാണ്. ജസ്റ്റ് തൊട്ട് അതേപോലെ തന്നെ ഓഫ് ആവും ചെയ്യും. ഓഫ് അവിടെ കൊടുത്ത് ഞാനവിടെ തൊടണ് 1 കൊയിൻ 2. അപ്പോൾ അത് ഓഫായിട്ടോ. നേരെ ജസ്റ്റ് ഇല്ല, ഇവിടെ ബ്രിട്ടീഷ് SUV ആയതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രാബ് ഹാൻഡിലും കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ജസ്റ്റ് ഇവിടെ എന്ത് വരുന്നുണ്ട്, ഇവിടെ മിറർ വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ല, ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് അടക്കാം, അതുപോലെ തന്നെ വെക്കാം. നമുക്ക് ജസ്റ്റ് ബാക്ക് പോകാം. പിന്നെ ചിലപ്പോൾ നമ്മൾ ബാക്കിൽ നിൽക്കുന്നതിന് ഡോർ പാഡ് ഉണ്ടല്ലേ, ജസ്റ്റ് നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ മിറർ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. പിന്നെ അവിടെ ലോക്കാക്കൽ ഓപ്ഷൻ ഒന്നും ഇല്ല. പിന്നെ അവിടെ തന്നെ എന്താ വരുന്നുണ്ട്, ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ സീറ്റിൽ ഇവിടെ പോക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നേരെ ഇവിടെ നമുക്ക് എന്താ AC അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇവിടെയും കണ്ടില്ലേ, ജാഗോറിന്റെ ബാഡ്ജിങ് കണ്ടില്ലേ, 1 2 3 4 5 6 7 8 9 10 ജാഗോറിന്റെ ബാഡ്ജിങ് ഇപ്പോൾ നമ്മളിതിൽ കണ്ട്. അതുപോലെ തന്നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ക്ലൈമറ്റ് കൺട്രോൾ, അതായത് ഓട്ടോ ഫാനും അതുപോലെ തന്നെ AC നമുക്ക് എന്താ ടെമ്പറേച്ചർ ഇവിടെ കൺട്രോൾ ചെയ്യാം. ഫാൻ്റെ സ്പീഡ് കണ്ടില്ലേ, അതുപോലെ ഇവിടെ സിഗരറ്റ് ലൈറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ആംറസ്റ്റ് ഉണ്ട് കേട്ടോ. ആംറസ്റ്റ് സാധാ ആംറസ്റ്റ് ആണ്, നല്ല അത്യാവശ്യം സിമ്പിളായിട്ട് ഇരിക്കാൻ പറ്റിയ, കൈയൊക്കെ വെക്കാൻ പറ്റിയൊരു സിമ്പിൾ സാധനം കേട്ടോ. കണ്ടില്ലേ, ജസ്റ്റ് നമുക്ക് അതേപോലെ അടച്ചു വെക്കാം. പിന്നെ ഇവിടെ ഇതാക്കുന്നത് ഐസോഫെക്സ്, അതായത് ചൈൽഡ് സീറ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. കണ്ടില്ലേ, ഓപ്പൺ ചെയ്താൽ കണ്ടില്ലേ, അവിടെ ഓതെ വരുന്നുണ്ട് കേട്ടോ.
ജസ്റ്റ് ഇതിമ്മ ഇങ്ങനെ തിരിഞ്ഞ് വരലാണ്. അതേമാതിരി അടച്ചു വെച്ചു. പിന്നെ ഇതിന് ഫ്രണ്ടിലേക്ക് ഒരു വിസിബിലിറ്റി ജസ്റ്റ് കാണിച്ചു തരാം. കണ്ടില്ലേ ഇതിൻ്റെ സൺറൂഫ് കണ്ടില്ല, നല്ല വിസിബിലിറ്റി ആണ്. ബാക്കിൽ കണ്ടില്ല, നേരെ തലൻ്റെ മുകളിലാണ്, കംപ്ലീറ്റ് വിസിബിലിറ്റി ആണ് ഇത് വരുന്നത്. കണ്ടില്ലേ പിന്നെ കണ്ടില്ല ഇവിടെ AC യൂണിറ്റ്സ്, അതായത് സൈഡിൽ AC യൂണിറ്റ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സെൻട്രൽ AC യൂണിറ്റ്സ് വരുന്നുണ്ട്. പിന്നെ സെൻട്രൽ ഡാം വരുന്നത് ഇത്ര ഒരു ഹമ്പ് കാര്യങ്ങൾ കുഴപ്പമില്ലാതെ ഇരിക്കുകയൊക്കെ ചെയ്യും. എന്നാലും ഒരു 3 പാസഞ്ചറിന് അടിപൊളിയായിട്ട് ഇരിക്കും കേട്ടോ. കണ്ടില്ലേ തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ല 100% ആണ്. നീ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ട്. ഹെഡ് സപ്പോർട്ട് അതിൽ ലെയർ ഉണ്ട് കേട്ടോ, നല്ല അത്യാവശ്യം ഹെഡ് സപ്പോർട്ടും കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ റീഡിംഗ് ലാമ്പും കാര്യങ്ങളും വരുന്നുണ്ട്. കണ്ടില്ലേ LED ആണ് വരുന്നത്. ആണോ അപ്പോൾ മച്ചന്മാരെ ഇതിന്റെ ജസ്റ്റ് സൈഡ് കറങ്ങിയിട്ട് കാണിച്ചു തരാം. പിന്നെ മച്ചന്മാർ ഇതിന്റെ ബാക്ക് സൈഡ്, അതായത് ബാക്ക് പാസഞ്ചറിന്റെ സീറ്റും വരുന്നത് ഇലക്ട്രിക് ആട്ടോ, അതായത് റിക്ലൈന്. ഇത് ഫ്രണ്ട് കേൾക്കാൻ പറ്റില്ല, നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഈ പ്രസ് ചെയ്താൽ അടിയത്തെ പ്രസ് ചെയ്ത ബാക്ക് കിട്ടും. ജസ്റ്റ് റിക്ലൈൻ ചെയ്താൽ ജസ്റ്റ് പോകണ്ട് കിട്ടും. ഇപ്പോൾ റിക്ലൈൻ ഏകദേശം മാക്സിമം ആണ്, മാക്സിമം റിക്ലൈൻ. അതുപോലെ നേരെ ഓപ്പോസിറ്റ് വെക്കിയാൽ ഇഷ്ടം കാര്യം കൊടുത്തു വെച്ചാൽ വരുന്നത് എന്താ വെച്ചാൽ നാർത്ത് നിന്ന് മാക്സിമം റിക്ലൈനിലാണ്. ഇപ്പോൾ ജസ്റ്റ് ഏകദേശം മീനാണ് റിക്ലൈൻ. ഒക്കെ സുഖം തന്നെയാണ്, ഇതിൽ ഇരിക്കാൻ നല്ല സുഖമാണ്. ഞാൻ ഏതായാലും ഇതിൽ പോയിട്ട് പോയിക്കോ ഓരടക്കല് എന്നിട്ട് പുറത്ത് പോണേ. അപ്പോൾ ഇത് പ്ലേസ് ചെയ്ത് വെച്ചിട്ടോ നമുക്ക് ഇതിൻ്റെ ഗിയർ നോബ് ശ്രദ്ധിച്ചോളും. ബ്രേക്ക് പ്രസ് ചെയ്യുക, വണ്ടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ ഇതിൻ്റെ ഗിയർ നോബ് കണ്ടില്ല അച്ഛന്മാരെ, ജസ്റ്റ് പോപ്പ് പോയി വന്നത്. ഇനി ജസ്റ്റ് ഇതിന്റെ സൗണ്ട് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ കഴിച്ച് നേരം നമുക്ക് ജാഗർ സ്പേസിന്റെ ഔട്ട്ഡോറിലേക്ക് കിടക്കാം. അതായത് കംപ്ലീറ്റ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല, ഏകദേശം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഒക്കെ കാണിച്ചു തന്നിട്ടോ അച്ഛന്മാരെ. അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് കല്ലിങ്ങൽ കാർസ് മഞ്ചേരി മേലാക്കം എന്ന സ്ഥലത്താണ് വരുന്നത്. അതായത് കേരള ഡിസ്ട്രിക്റ്റിലാണ്, കേരള സ്റ്റേറ്റ് മലപ്പുറം ഡിസ്ട്രിക്ട് മഞ്ചേരി മേലാക്കണം. അപ്പോൾ ഇതിന്റെ പ്രൈസ് ഏകദേശം ഒരു ഫോർച്യൂണർ എടുക്കുന്ന പ്രൈസിന് ഏകദേശം എന്തെടുക്കാം, നമുക്കൊരു ജാഗർ സ്പേസ് എടുക്കാം. 2018 മോഡലാണ്, ഡീസൽ വേരിയന്റ് ആണ് വരുന്നത്, 2 ലിറ്റർ, അതായത് 2000 cc ആണ് വരുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഫോർച്യൂണർ പ്രൈസ് നമുക്ക് ജാഗർ സ്പേസ് കൊണ്ടുപോകാം. അപ്പോൾ ഇതുപോലത്തെ കംപ്ലീറ്റ് അതായത് കിട്ടിക്കാച്ച് വിളിച്ച നമ്മുടെ ചാനൽ വരുന്നത് അടിച്ചു സപ്പോർട്ടും പൊളിച്ചു വരട്ടെ. യു ആർ വാച്ചിങ് ക്രേസി മാസ്റ്റർ ബ്ലോഗ്സ് ആൻഡ് ഇറ്റ്സ് മീ ഷർബി സൈനിങ് ഔട്ട്.